ദിസ് ഈസ് അഭിഷ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബ്രൈഡൽ ബ്ലൗസസ് ആണ് പരിചയപ്പെടുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ ഒരുപാട് കാലമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് കാലമായി കണ്ടിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോസ് ഇടാതിരുന്നത്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രൈഡൽ ബ്ലൗസസ് ആണ് കാണുന്നത്. ഒരുപാട് ഡിസൈൻസ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മൾ ഓരോ ബ്ലൗസിന്റെ ആയിട്ട് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ടായിരുന്നു ഇടാറ്. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ബ്ലൗസസ് ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് എടുക്കാനും ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് ബ്ലൗസ് ഡിസൈൻ വരിക എന്നുള്ളത്. അപ്പൊ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ബ്ലൗസസ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വെഡിങ് ബ്ലൗസ് ഒക്കെ ഡിസൈൻ ചെയ്യിക്കുക എന്നുള്ളത് പറയാം. നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഷോപ്പിൽ വിസിറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഷോപ്പ് വരുന്നത് കാലിക്കറ്റിലെ ബാലുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് പൊട്ടിക്ക് വരുന്നത്. ഇനിയല്ല, ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് ഡിസൈനിങ് ചെയ്യിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം നമുക്ക് വാട്സപ്പ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോസിന്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കാണാം. അതിലേക്കാണ് വാട്സപ്പ് ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പൊ സാരിയുടെ കൂടെ വരുന്ന അറ്റാച്ച്ഡ് ബ്ലൗസ് പീസിലാണ് ചെയ്യേണ്ടതെങ്കിൽ ആ ബ്ലൗസ് പീസിന്റെ ഫോട്ടോ കൂടെ നമുക്ക് വാട്സപ്പ് ചെയ്യാം. നിങ്ങളുടെ ബഡ്ജറ്റ് റേഞ്ച് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ അത് കൊറിയർ അയച്ചു തരികയാണ് വേണ്ടത്. ഇനി കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ക്ലോത്ത് എടുക്കും. നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലാത്ത കേസിൽ കൊറിയർ ആയിട്ട് അയച്ചു തരാണ്. നമ്മൾ തിരിച്ച് ചെയ്തിട്ട് തിരിച്ച് കൊറിയർ അയച്ചു തരും. മെഷർമെന്റ്സ് നിങ്ങൾക്ക് എടുത്ത് അയക്കാം, അല്ലെങ്കിൽ മെഷർമെന്റ് ബ്ലൗസ് ഉണ്ടെങ്കിൽ ആ കൊറിയറിന്റെ കൂടെ വെക്കാം. ഇതൊക്കെയാണ് ഓൺലൈൻ ഡിസൈനിങ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ബ്രൈഡൽ ബ്ലൗസ് ഡിസൈൻസ് കാണാം. എന്തെങ്കിലും ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സ്ആപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ചെയ്താൽ മതി. അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്യണം. അപ്പൊ നമുക്ക് ആ ബ്ലൗസ് ഡിസൈൻസ് ഒക്കെ കാണാം. സാരിയുടെ കൂടെ വിത്ത് ബ്ലൗസ് വരുന്ന ഒരു പീസിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. പ്രിൻസസ് കട്ട് സൈഡ് സ്ലിപ്പ് ബ്ലൗസ് ആണ് വരുന്നത്. ബാക്ക് നെക്ക് ഫുള്ളും ഫ്രണ്ട് നെക്ക് ഹാഫും ആണ് വർക്ക് വരുന്നത്. സ്ലീവിൽ ഫുള്ളായിട്ട് ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട്. സ്ലീവിന്റെ ബോർഡറിലാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വർക്കിന്റെ ഹൈലൈറ്റിലേക്ക് പോവാം. ഇതിന്റെ നെക്കിൽ വന്നിട്ട് സിമ്പിൾ വർക്കാണ് ചെയ്തത്. കട്ട് ബീഡ്സിന്റെ ലൈൻസും അതിൻ്റെ ഇടയിൽ സ്റ്റോൺ ചെയിനിൻ്റെ ലൈനും മോത്തി ലൈൻസും ഒക്കെ ഉണ്ട്. അതിനുശേഷം ലീഫ് പോലെ ഒരു 3 ലീഫ് പോലെയുള്ളൊരു ഡിസൈൻ കട്ട് ബീഡ്സും അതേപോലെ തന്നെ സർദോസിയും വെച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവാണ് നമ്മൾ ഹെവി ആയിട്ട് ചെയ്തിട്ടുള്ളത്. സ്ലീവിൽ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട്. സ്ലീവിൻ്റെ ഏറ്റവും അടിയിലായിട്ട് കോയിൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സ്റ്റോൺ ചെയിൻ ഉണ്ട്. പിന്നെ സ്ക്വയർ സ്റ്റോൺസ് ഉണ്ട്. ഇതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കൂടുതലായ സ്റ്റോൺസ് ആണ്. പക്ഷേ ഈ സ്റ്റോൺ നമ്മൾ സാധാ സ്റ്റോൺ പോലെയല്ല, അത്യാവശ്യം ഹെവി ആയിട്ടുള്ള കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്. നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ടൈപ്പ് സ്റ്റോൺസ് ആണ്. ഓക്കെ, ഈ സ്റ്റോൺസിൻ്റെ ഒക്കെ സൈഡിലായിട്ട് ഒരു ലോക്ക് കൂടെ വരുന്നുണ്ട്. ഗോൾഡൻ കളറിൽ മെറ്റൽ കോട്ടിംഗ് ഉള്ള സ്റ്റോൺ ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റോൺ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ലൈൻസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ സ്റ്റോണിൻ്റെ പല ഷേപ്പുകളിലുള്ള സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുള്ള പാറ്റേൺസ് ആണ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ലീഫ് ഷേപ്പ് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, റൗണ്ട് ഉണ്ട്, എല്ലാ ഷേപ്പും വരുന്നുണ്ട്. ഒരു ഷേപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇതിങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു റൗണ്ട് പാറ്റേൺ കൂടി വരുന്നുണ്ട് കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള. പിന്നെ സ്റ്റോൺ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ 6 ആഗ് ലൈൻസ് വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പാറ്റേൺ ആണ്. ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ ഒരു മാംഗോ ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫുള്ള് സ്ലീവിൽ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ഹെവി റേഞ്ചും പ്രീമിയം റേഞ്ചുള്ള ഒരു ഹെവി പ്രോഡക്റ്റ് ആണ് ഇത് വരുന്നത്. ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ബ്ലൗസ് ആണ്. ബ്രൈഡൽ ബ്ലൗസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അതേപോലെ എൻഗേജ്മെന്റിനൊക്കെ ഇപ്പോൾ സെറ്റ് സാരിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതും വെഡിങ് സാരിയുടെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസ് ഡിസൈൻ ആണ് കാണുന്നത്. അപ്പം ഇതൊരു ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ് വരുന്നത്. ബാക്ക് നെക്കിൽ ഫുള്ളും ഫ്രണ്ട് നെക്കിൽ ഹാഫും ആണ് വർക്ക് വരുന്നത്. ഡോറി ലടുക്കനൊക്കെ ഉണ്ട്. പിന്നെ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് വരുന്നത്. പഫ് വിത്ത് ബാൻഡ് ആണ് വരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കാം. നെക്കിൽ സിമ്പിൾ ആണ് വർക്ക് വന്നിട്ടുള്ളത്. ബീഡ്സിൻ്റെ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇതേപോലെ ഒരു 6 ആഗ് ലൈൻസ് വന്നിട്ടുണ്ട്. ടോട്ടൽ 5 ലൈൻസ് ആണുള്ളത്. സിമ്പിൾ വർക്കാണ്. സ്ലീവിലാണ് കുറച്ച് ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. പഫ് കഴിഞ്ഞിട്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഏരിയയിലാണ് വർക്ക് വന്നിട്ടുള്ളത്. ഇതിൽ സർദോസി വർക്ക് ഉണ്ട്. അതിനുശേഷം ബീഡ് വർക്ക് ഉണ്ട്, കട്ട് ബീഡ്സ് ഉണ്ട്, പിന്നെ സീക്വൻസിൻ്റെ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെയും ബീഡ് ലൈൻസ് ആണ്. അതിനുശേഷം വേറെ ഒരു പാറ്റേൺഡ് ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട്. അതിൽ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും മോത്തി സീക്വൻസ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെയും ബീഡ് ലൈൻസ് ആണ്. അതിനുശേഷം ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. അത് ഗോൾഡൻ കളർ കട്ട് ബീഡ്സിലാണ് ചെയ്തത്. പിന്നെയുള്ള സെക്ഷനിൽ
ഷുഗർ ബീഡ്സും സീക്വൻസും വെച്ചിട്ടുള്ള ഇതേപോലെ ഒരു ട്രയാങ്കുലർ പാറ്റേൺ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ലെയേഴ്സ്, 3 ഒരു 5 ലെയേഴ്സ്, ഓൾമോസ്റ്റ് നമ്മൾ നെക്കിൽ ചെയ്ത വർക്ക് പോലത്തുള്ള ലെയേഴ്സ് കൊടുത്തിട്ടുണ്ട് ബീഡ്സിൻ്റെ. അപ്പം ഇത്രയും നല്ലൊരു ബ്ലൗസാണ് ഇത് വരുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് വേറെ കളേഴ്സിലൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു ബ്ലൗസ് വന്നിട്ട് സാരിയുടെ കൂടെ വന്നിട്ടുള്ള ബ്ലൗസ് പീസ് ചെയ്തതാണ്. ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് ആണ്. നമ്മളിപ്പോൾ കാണുന്നത് ബാക്ക് സൈഡാണ്. ബാക്ക് നെക്കിൽ ഫുള്ളും ഫ്രണ്ട് നെക്കിൽ ഹാഫും ആയിട്ടാണ് വർക്ക് വരിക. പിന്നെ സ്ലീവിലാണ് വർക്ക് വരുന്നത്. ഈ ഒരു ബ്ലൗസിൻ്റെ ബോർഡർ വന്നിട്ട് കുറച്ച് വലിയ ബോർഡർ ആയിരുന്നു. അപ്പോൾ ആ ഒരു ബോർഡർ ഫുള്ള് കവറാവുന്ന രീതിയിലാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നെക്കിൽ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ബീഡ് വർക്കാണ് ചെയ്തത്. മോത്തിയും ഷുഗർ ബീഡും യൂസ് ചെയ്തിട്ടുള്ളൊരു സിമ്പിൾ വർക്കാണ്. സ്ലീവിലാണ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. സ്ലീവിൽ ഇങ്ങനെ ഇത്രയും വലുപ്പമുള്ള ബോർഡർ ആയതുകൊണ്ട് തന്നെ ആ ബോർഡർ തീരുന്ന വരെയും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി വർക്കാണ് ചെയ്തത്. ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇതേപോലെ സ്കാലപ്സ് പോലെ കൊടുത്തിട്ടുണ്ട്, ബീഡ്സും സീക്വൻസും വെച്ചിട്ട്. അതിൻ്റെ ഇടയിലായിട്ട് സർദോസി വെച്ചിട്ടുള്ള ലീവ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഔട്ട്ലൈൻ പോലെ ബീഡ്സും മോത്തിയും വെച്ച് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ സ്പ്രെഡിങ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്ലോറൽ വർക്ക് വരുന്നുണ്ട്. ഇതും സീക്വൻസും മോത്തിയും യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ 2 സൈഡിലായിട്ട് സിഗ്സാഗ് ലൈൻസ് ഉണ്ട്. അത് കട്ട് ബീഡ്സ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്, ഗോൾഡൻ കളർ. അതിൻ്റെ ഇടയിൽ മോത്തി വെച്ചിട്ടും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് വർക്ക് വരുന്നത്. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ താഴെ ചെയ്ത പോലത്തെ ഈ ഒരു സ്കാലപ്പ് പോലെ വരുന്ന വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഹെവി ആയിട്ടുള്ള സ്ലീവ് ഡിസൈനാണ് ചെയ്തത്. അപ്പം നല്ലൊരു ബ്രൈഡൽ ബ്ലൗസ്. ഇവിടെ വിത്ത് ബ്ലൗസിൽ ചെയ്തിട്ടുള്ളൊരു ബ്ലൗസാണ്. ഇതൊരു ബാക്ക് ഓപ്പൺ ബ്ലൗസാണ്. അപ്പം നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് നെക്കിൽ ഫുള്ളും ഫ്രണ്ട് നെക്കിൽ ഹാഫും ആണ് വർക്ക് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വെഡ്ഡിങ് ബ്ലൗസാണ് ഇത് വരുന്നത്. ഓക്കെ, സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ വരുന്നൊരു വെഡ്ഡിങ് ബ്ലൗസ് കൂടിയാണ്. നമ്മൾ ബാക്കിൽ ഡോറി, ലഡ്കൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ഒരു ബോർഡർ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ സ്ലീവിലാണ് ബോർഡർ വരുന്നത്. ആ ബോർഡറിൻ്റെ 2 സൈഡിലും നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബോർഡർ പോലെ. അതിൻ്റെ ഉള്ളിലായിട്ട് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് വിട്ടിട്ടുള്ളതാണ്. ഇത് നമ്മുടെ സാരിയുടെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ നമ്മുടെ സാരിയുടെ ബോർഡർ ഇതിലും ചെറുതാവാം, വലുതാവാം. അപ്പോൾ വലിയ ബോർഡറൊക്കെ ആണെങ്കിൽ ഒന്നുകിൽ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. ചില സമയത്ത് ക്ലോത്ത് കുറവാണെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം കുറച്ചുകൂടി വലിയ രീതിയിലാണ് വർക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് വരുന്നത് ഇങ്ങനൊരു വർക്കാണ്. ഇത് ബീഡ്സും ഷാദിയും യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ്. ആദ്യം ഒരു ഷുഗർ ബീഡ് ലൈൻ ഉണ്ട്, അതിനുശേഷം മോത്തി വെച്ചിട്ടൊരു ലൈനും അതിൻ്റെ മുകളിൽ സർദോസി വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ബീഡ്സ് ലെയർ ആണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ബോർഡർ പാറ്റേൺ. അതേ ബോർഡർ മറ്റേ സൈഡിലും വരുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ബീഡ്സ് മോത്തിയും അതേപോലെ തന്നെ ഷുഗർ ബീഡ്സും വെച്ചിട്ടുള്ളൊരു ബുട്ടേ വർക്ക് കൂടി ചെയ്തിട്ടുണ്ട്. 2 സ്ലീവിൽ ഇതേപോലെ വരും. പിന്നെ നെക്കിലാണ് വരുന്നത്. ഇതേ ബോർഡർ തന്നെയാണ് നെക്കിൽ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് നെക്കിലും ഇതേപോലെ ഹാഫായിട്ട് വരുന്നുണ്ട് ഡിസൈൻ. ഇതൊരു പ്രിൻസസ് കട്ട് പാഡഡ് ബ്ലൗസ് ആണ്. ബാക്ക് ഓപ്പൺ ആണ് വരുന്നത്. ഇതിൽ നമ്മൾ ബ്ലൗസ് പീസിന്റെ മുകളിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സാരിയുടെ കൂടെ കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ഫ്രണ്ട് സൈഡാണ്. ഫ്രണ്ട് സൈഡ് നെക്ക് ഹാഫും ബാക്ക് സൈഡ് നെക്ക് ഫുള്ളും സ്ലീവിലും ആണ് വർക്ക് വരുന്നത്. സ്ലീവിൽ നല്ല അത്യാവശ്യം കവറേജുള്ള വർക്കാണ് വരുന്നത്. നമുക്ക് വർക്കിലേക്ക് പോവാം. നെക്കിൽ വന്നിട്ട് ഒരു ലൈൻ ഷുഗർ ബീഡ്സും ആന്റി കളറാണ് ഫുൾ യൂസ് ചെയ്തിട്ടുള്ളത് വർക്കിന്. ഒരു ലൈൻ ഷുഗർ ബീഡ്സും അതിനുശേഷം ഒരു ലൈൻ ട്യൂബ് ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ചെയ്തത്. ഫ്ലോറൽ വൈൻ പാറ്റേൺ ആണ്. ആ ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ടുള്ളത് സീക്വൻസും കട്ട് ബീഡ്സും വെച്ചിട്ടാണ്. ഫുൾ ഒരു ആൻറ്റിക് ഷെയ്ഡിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേ ബോർഡർ തന്നെ ബാക്ക് നെക്കിലും വരും. പിന്നെ നമ്മൾ സ്ലീവിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സ്ലീവിൽ അത്യാവശ്യം കവറേജ് ഉള്ള വർക്കാണ് ചെയ്തത്. സ്ലീവിൻ്റെ ബോർഡർ ആയിരുന്നു ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ മൊത്തമായിട്ട് നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഷുഗർ ബീഡ്സിൻ്റെ ലൈൻസ്, അതേപോലെ ലോങ് ആയിട്ടുള്ള ബീഡ്സിൻ്റെ ലൈൻസ് ഉണ്ട്. പിന്നെ ഒരു ഫ്ലോറൽ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരു ഫ്ലോറൽ പാറ്റേൺ നിങ്ങൾക്ക് കാണാം. ഇത് നമ്മൾ ബ്ലൗസ് അനുസരിച്ച് ഡിഫർ ചെയ്യും വർക്കുകൾ. നമ്മൾ ഓരോ ഇത് നോക്കിയിട്ടാണ് ചെയ്യുക. അതിൻ്റെ മുകളിലുള്ള പ്രിന്റ് എങ്ങനെയാണോ വരുന്നത് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡിസൈൻ കൺഫേം ചെയ്യുന്നത്. അതിനുശേഷം പിന്നെയും ലൈൻസും ഫ്ലവേഴ്സും ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നെക്കിൽ കണ്ട ആ ഒരു പാറ്റേൺ സീക്വൻസ് ഫ്ലവർ, പക്ഷേ
ഇതിൽ ഫുള്ളായിട്ടല്ല വരുന്നത്, നെക്കിൽ നമ്മൾ കുറച്ച് ഫുള്ളായിട്ടും കണ്ടു. ഇതിൽ വരുന്നത് സ്കാലപ്പ് പോലെ ഹാഫായിട്ടാണ് വരുന്നത്. ആ ഒരു ലൈൻ ഉണ്ട്, പിന്നെയും ഫ്ലോറൽ ലൈനാണ്. അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് മുകളിലും താഴെയും കുറച്ച് വീതി കൂടിയ ഏരിയയിൽ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. ബീഡ്സിൻ്റെ മൊത്തം ഒരു ആർട്ടിക് ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്ക് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വെഡ്ഡിംഗ് ബ്ലൗസ് ഇതേപോലെ കസ്റ്റമൈസ് ചെയ്യാനും ഡീറ്റെയിൽസ് അറിയാനൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസായിട്ട് കാണുന്നതായിരിക്കും. ബൈ, താങ്ക് യു.